ചേട്ടാ, പിണറായിയുടെ അവസാനമായോ? പിണറായിയുടെ അവസാനമായോ അതേ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ, അതായത് CPM എന്ന പാർട്ടി നയിക്കുന്ന ഇടതുമുന്നണി സർക്കാർ ഇനി അടുത്ത ജന്മത്തെങ്ങും കേരളത്തിൽ ഭരണത്തിൽ വരില്ല എന്നതാണോ എന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ്. അതായത് നമ്മൾ ഈ ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളാണ് നമുക്കുണ്ടായിട്ടുണ്ട്. അതായത് പിന്നെ എവിടെയൊക്കെ കമ്മ്യൂണിസം തകർന്നോ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എത്തിയിട്ടാണ് തകരുന്നത്. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുക, ചെയ്യുന്നത് ആര് കണ്ട അത് ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ചെയ്യുന്നത് കണ്ടാൽ ബാക്കിയുള്ളവൻ അയ്യോ ഇത് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്തരത്തിലാണ്. അതായത് ബംഗാളിൽ CPM എങ്ങനെ തകർന്നോ അതുപോലെ കേരളത്തിൽ CPM തകരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അതായത് ഈ സർക്കാർ, പിണറായി സർക്കാർ എൻ്റെ 2ാം ടേം കൂടെ ആയപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഹൈജാക്കിംഗ് ഈ സർക്കാരിന് മേലുണ്ടായിക്കഴിഞ്ഞു. ഉദ്യോഗസ്ഥ തലത്തിലെ ഹൈജാക്കിങ് എത്രത്തോളം ഒരു സർക്കാരിൻ്റെ മേൽ ഉണ്ടാകുന്നോ അത്രത്തോളം ആ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇരുന്നു പോകും എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഭരിക്കേണ്ടത് ഉദ്യോഗസ്ഥരല്ല, ഭരിക്കേണ്ടത് മന്ത്രിമാരാണ്. മന്ത്രിമാരാണ് ഓർഡർ ഇടേണ്ടത്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതാണ് ഈ ഉദ്യോഗസ്ഥർ. അല്ലാതെ ഉദ്യോഗസ്ഥർ തിരിച്ചിങ്ങോട്ട് അവിടെ ഇരിക്കടാ കുഞ്ഞിരാമ, ചാടിക്കിടക്കടാ കുഞ്ഞിരാമ, ഇങ്ങനെ ചെയ്യടാ കുഞ്ഞിരാമ എന്ന് മന്ത്രിമാരെ കൊണ്ട് ചെയ്യിക്കുകയല്ല വേണ്ടത്. ഇവിടെ ഇപ്പം അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് മന്ത്രിമാർ മാത്രമല്ല, ഇപ്പം മന്ത്രിമാരും ഇല്ലല്ലോ. എത്ര മന്ത്രിമാരുണ്ട്? അത്രയും മന്ത്രിമാർക്കും കൂടെ ഒറ്റ മുഖ്യമന്ത്രിയല്ലേ ഉള്ളൂ. ഒരൊറ്റ മുഖ്യമന്ത്രിയല്ലേ ഉള്ളൂ. അതെ, ഒരൊറ്റ മുഖ്യമന്ത്രി. അതെല്ലായിടത്തും അങ്ങനെ. ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന പോലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കുകയും ആ വേണ്ട നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് നേരെ തിരിച്ചാണ്. അതായത് ഇപ്പൊ ഞാൻ ഇത്രയും ഞാൻ പറയുമ്പോൾ പ്രീതിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് KM എബ്രഹാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളിനെ കൊണ്ടുവന്ന് ചീഫ് സെക്രട്ടറിക്കും മേളിൽ ഈ കിഫ്ബി എന്ന് പറയുന്ന ആകാശത്തുനിന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ഈ സംഭവത്തിന് ഇതിനൊക്കെ ഈ എന്തിനാണ് ഇങ്ങനെ ഉദ്യോഗസ്ഥർ പറയുന്നതിന് ഇത്രയും മന്ത്രിമാർക്ക് ഇപ്പൊ ഈ KM എബ്രഹാമിനെ ബാലഗോപാലിനെ ഇഷ്ടമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. മന്ത്രിസഭയിൽ പരസ്പരം ആർക്കും ആരോടും ഒരു മന്ത്രിസഭയിലല്ല, ഉദ്യോഗസ്ഥർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോ അതായത് പ്രജിത, മന്ത്രിസഭയിലെന്നല്ല CPM മന്ത്രിമാരില്ലേ, CPM മന്ത്രിമാരെ നമുക്ക് എടുക്കാം. ഈ വീണ ജോർജ് എന്താണ് ഇവിടെ, എന്ത് പെർഫോമൻസ് ആണ്? അവരും ഉദ്യോഗസ്ഥർ പറയുന്നതിനപ്പുറം അവർ തുള്ളുന്നുണ്ടോ? അതല്ലാതെ അവർക്ക് എന്തറിയാം? അറിയാവുന്നുള്ളത് പോട്ടെ, ഒരാൾ ഭരണത്തിൽ നൈപുണ്യം, അതായത് CPM എന്ന് പറയുന്ന പാർട്ടി കാലാകാലങ്ങളിൽ ഇപ്പം ഞാൻ എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് കണ്ടിട്ടുള്ളത് ഏറ്റവും നല്ല ഉദ്യോഗസ്ഥ മിഷനറി ഉള്ള ഒരു ഭരണമായിരിക്കും LDF ഭരണം വരുമ്പോൾ. അങ്ങനെയാണ് ഈ ഭരണം നന്നാവുന്നത്. ഇപ്പോൾ EK നായനാരുടെ ഭരണം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. EK നായനാരുടെ അവസാന ഭരണവും കണ്ടിട്ടുണ്ട്. നായനാരുടെ അതിനു മുമ്പുള്ള 87 ഭരണം വരെ, അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും നല്ല മന്ത്രിമാരാണ്. ഇപ്പം നമ്മൾ സെൻകുമാറിൻ്റെ കാര്യം പറഞ്ഞു. സെൻകുമാർ പറഞ്ഞിട്ടുണ്ട് ഗൗരിയമ്മ ഏറ്റവും നല്ലൊരു മന്ത്രിയായിരുന്നു. അപ്പം അങ്ങനെ ഏറ്റവും ഇപ്പം നയനാർ എടോ എന്ന് പറഞ്ഞ് തൻ്റെ കീഴിലുള്ള ഇപ്പം പത്മകുമാർ IAS, പക്ഷെ ആ വിളിക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എടോ പത്മകുമാറെ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം CP നായർ, എടോ CP നായരെ, ചീഫ് സെക്രട്ടറി ആയിരുന്നു CP നായനാർ മന്ത്രിസഭയിൽ. അപ്പൊ അത്തരത്തിൽ എടോ എന്ന് വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു ചെയ്യിക്കാനുള്ള ഒരു ആർജവം അതാത് കാലങ്ങളിൽ അതാത് ഭരണത്തിലിരിക്കുന്ന മന്ത്രിസഭയിലെ മന്ത്രിമാർക്കുണ്ടാവണം. അല്ലാതെ മന്ത്രിമാർ വേറെ നോക്കുകുത്തിയും സാർ ഇവിടെ ഒന്ന് ഒപ്പിട്ടാൽ മതി ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയും. ഞാൻ ചെയ്യണത് എന്തുവാണ്? ഞാൻ ചെയ്യണത് മൊത്തം കലക്കി മറിച്ച് കുളം തോണ്ടി ഭരണം കൊണ്ട് കുഴിയിൽ തള്ളിയിട്ട് ഭരണം കൊണ്ടേ കുഴിയിൽ തള്ളുക എന്ന് പറയുമ്പോഴേ ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അവർ ഈ കുളം കലക്കി മീൻ പിടിക്കുക. അതായത് ഈ എന്ത് പദ്ധതി ഉണ്ടെങ്കിലും അതിൽ സർക്കാരിന്റെ പോക്കറ്റിലേക്ക് സർക്കാരിന് ഒതുക്കാൻ പറ്റുന്നത് എന്താണെന്ന് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരുടെ പ്രധാനപ്പെട്ട ചുമതല. KM എബ്രഹാം അതിൽ അഗ്രഗണ്യനായതുകൊണ്ടാണ് അങ്ങനെ എബ്രഹാമിനെ ആ പൊസിഷനിൽ ഇരുത്തിയത്. അല്ല, അത് കറക്റ്റാണ്. അതായത് ഇതിലിപ്പോൾ നമ്മൾ പറയാൻ വന്നത് മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചൊരു ലെജൻഡ് എന്നും പറഞ്ഞൊരു വീഡിയോ വരാൻ പോകും. ലെജൻഡ്. അപ്പം നമ്മൾ അതെ, അപ്പം ഞാൻ ചോദിച്ചു, ഞാനല്ല പോട്ടെ, നമ്മളെ വിടുക, ഈ സമൂഹം ചോദിച്ചു പോവുകയാണ് ലെജൻഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതിന് ഇദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണുള്ളത്? കണ്ണൂരുള്ള ഏതെങ്കിലും സഖാക്കളെടുത്ത് ചോദിച്ചു നോക്കണം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന് എത്ര വിലയുണ്ടെന്ന്.
അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഈ ലെജൻഡിന് എത്ര വിലയുണ്ട്? ഈ സ്വന്തം നാട്ടിലെ വിലയുള്ളത് കൊണ്ടാണ് തിരഞ്ഞെടുപ്പിലൊക്കെ ബൂത്ത് തലത്തിൽ പോലും എന്താ പറയുക വോട്ട് തീരെ ഇല്ലാതെ ബൂത്ത് തലത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ധർമ്മടത്താണ് അദ്ദേഹം ജയിച്ചത് അല്ലേ? ഇപ്പോൾ പ്രീത പറഞ്ഞു ബൂത്ത് തലത്തിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന്. ധർമ്മടത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിടന്നപ്പോൾ എത്ര വോട്ടാണ് സുധാകരന് കൂടുതൽ ഉണ്ടായിരുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചപ്പോൾ പാണ്ഡ്യാല ഷാജിയേട്ടൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം സുധാകരനെ വഴി വെച്ച് കണ്ടപ്പോഴത്തേക്ക്, അല്ലേ നിങ്ങൾ മത്സരിക്കുന്നില്ലേ ധർമ്മടത്ത്, നമുക്ക് ഇയാളൊന്ന് പൊട്ടിച്ചു കൊടുക്കാപ്പാ. ആരെ? പിണറായി വിജയനെ. അപ്പോൾ അങ്ങനെയാണ് നാട്ടുകാർ. പിണറായി വിജയൻ എന്ന് തന്നെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ നമ്മളെ നാട്ടിനെ നാറ്റിക്കരുത് കേട്ടോ, ഇതാണ് പറയണത്. നിങ്ങൾ നമ്മളെ നാടിനെ നാറ്റിക്കരുത്, വിജയൻ എന്ന് പറയാൻ. അപ്പം ഇത്രയും ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണോ ലെജൻഡ്? സ്വന്തം നാട്ടുകാർക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ തിരുവനന്തപുരത്തുകാരൻ, നിങ്ങൾ എറണാകുളത്ത്. നമുക്ക് നമ്മുടെ ഒരു നാടുണ്ട്, നമ്മൾ വളർന്നൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ നമ്മളോട് ഇഷ്ടമുള്ളവർ 10 പേര് പോലും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇനി എത്ര പ്രശസ്തരെന്ന് പറഞ്ഞിട്ടും കാര്യമുണ്ടോ? ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ പിണറായിക്ക് വേണ്ടി എന്താ പറയുക പുകഴ്ത്തുപാട്ടുണ്ട്, പിണറായിക്ക് വേണ്ടി തിരുവാതിര പാട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ലെജൻഡ് എന്ന് പറയുന്നു. ഇതിനു മുൻപ് എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ സിനിമ തിയേറ്ററുകളിലും ഈ പറയുന്ന പിണറായിയുടെ പുകഴ്ചയെ പറ്റി പറയാൻ വേണ്ടി പുകഴ്ത്തുപാട്ടിന് വേണ്ടിയിട്ട് ആ ഒരു പരസ്യം കൊടുക്കാൻ വേണ്ടി പോലും ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും ഇത്തരത്തിൽ തിയേറ്ററുകളിൽ ഉൾപ്പെടെ എന്തിനാണ് ഇത്തരത്തിൽ പണം ചെലവഴിച്ച് പിണറായിയുടെ സ്തുതിപ്പാട്ട് കേൾപ്പിക്കേണ്ട ആവശ്യം? അതായത് പ്രീത, ഇതിനകത്ത് ഇത്ര മാത്രമേ ഉള്ളൂ. കാലാകാലങ്ങളിൽ CPM എന്ന് പറയുന്ന പാർട്ടി ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ബിംബത്തിനെ എടുത്തു കാണിച്ച് ആ ബിംബത്തിന് പ്രകീർത്തിപ്പിക്കുന്ന കുറേ വായി നോക്കികൾ ഈ പാർട്ടിക്കകത്തുണ്ട്. ചേട്ടാ, ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് കാലാകാലങ്ങളിൽ അത് കാലത്തിൻ്റെതായ മാറ്റത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളെല്ലാം വരും ഈ പ്രചാരണത്തിനും എന്താ പറയുക നമ്മളെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതിനൊക്കെ. പക്ഷേ ഈ പറയുന്നത് പോലെ പുകഴ്ത്തുപാട്ട്, വീഡിയോ, ഡോക്യുമെൻ്ററി ഇതെല്ലാം കാണിക്കുന്നത് അല്പത്തരമാണ്. അതായത് സ്വന്തമായി ഒന്നും ചെയ്യാത്ത ഒരാൾക്കാണ് ഇത്തരത്തിൽ നമ്മളെ പറ്റി സ്വയം ഒരു പ്രാഞ്ചിയേട്ടൻ സ്റ്റൈലിൽ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. അല്ല, സ്വയം എന്നല്ല. ഇത് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് ഈ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഈ പി ഹണി എന്ന വിദ്വാനും അവരുടെ ഈ അസോസിയേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിനെ ഒന്ന് പൊലിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. കാര്യം ഈ പൊലിപ്പിക്കുന്ന ഈ പി ഹണിയും ഇവരുടെ ഈ സംഘടനയും നാളെ ഈ ഭരണം മാറി വന്നാൽ ഇവർക്കൊക്കെ ഒരു ട്രാൻസ്ഫർ അടിച്ചു കൊടുക്കുമ്പോൾ നേരെ തിരിച്ച് രാഷ്ട്രീയത്തിൽ ഇവർ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന തിരികെ രാഷ്ട്രീയത്തിലുള്ള ഇപ്പോൾ കോൺഗ്രസ്സിലെ അവരെ പോയി പഞ്ചപുച്ഛം അടങ്ങി നിന്ന് കാലി പിടിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ നാട്ടിൽ എൻ്റെ ഭാര്യ മക്കളെയും കാണണമെന്ന് പറയാൻ മടിയില്ലാത്തവന്മാരാണ്. ഇവനൊന്നും ഒരു വ്യക്തിത്വമില്ല. കാര്യം ഈ പറയുന്ന ഉദ്യോഗസ്ഥരൊക്കെ നമ്മുടെ സൗഹൃദങ്ങളിൽ 2 രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അപ്പം ഇവർക്ക് അവരുടെ കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസം പ്രകീർത്തനം പൂവച്ചൽ ഏതോ ഒരു മഹാൻ എഴുതിയിരുന്നല്ലോ, ആ മഹാന് താൽക്കാലിക ജോലിയും കൊടുത്തു സർവീസിൽ നിന്ന് ഇറങ്ങിയിട്ട്. ചിത്രസേനൻ, പൂവച്ചൽ ചിത്രസേനൻ, പൂവത്തൂർ ചിത്രസേനൻ. അപ്പൊ ഏതായാലും അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും പേര് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഒരു പാട്ട് പാടുമ്പോൾ ഇവർക്കൊക്കെ എത്രയോ DA കിട്ടാനുണ്ട്. ഇവരുടെയൊക്കെ DA കുടിശ്ശിക കുറെ കിട്ടാനുണ്ട്. ശമ്പള വർധനവ് പാതി വഴിയിലാണ്. ഈ പറയുന്ന ഇവരൊക്കെ ഭരിച്ച് പ്രീത അല്പം പറഞ്ഞ പോലെ 10 രൂപ കിട്ടിയാൽ 10 രൂപ ലാഭം കിട്ടിയാൽ 7 രൂപയും തിരിച്ചവർക്ക് കൊടുക്കുന്നതിൽ കണക്കിലെ വൈദഗ്ധ്യമാണ് ബഹുമാനപ്പെട്ട KM എബ്രഹാമിനെ വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ പിന്നെ അദ്ദേഹത്തെ കൊണ്ട് കുഴിയിൽ ചാടിക്കുന്ന ഉദ്യോഗസ്ഥരെ വീണ്ടും പിണറായി വിജയനെ, അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇത് നമ്മൾ പറയുമ്പോഴേ ഇവിടെ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പിന്നെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ മാധ്യമങ്ങൾ പ്രകീർത്തിച്ചപ്പോൾ അന്ന് ഈ പറയുന്ന പിണറായി പറഞ്ഞ എന്താണ്? ഇവിടെ പാർട്ടിക്കകത്ത് ആരെല്ലാമാണ് അന്ന് എന്താ പറഞ്ഞ VSനെ പറഞ്ഞപ്പോൾ? അപ്പോൾ അവർക്കൊക്കെ എന്തുമാകാം. നമ്മൾ സാധാരണ സമൂഹം ചോദിച്ചു പോവാണ്, നിങ്ങൾക്ക് നാണമില്ലേ ഹേ ഇതേപോലെയുള്ള പുകഴ്ത്ത് പാട്ടലുകൾ കേട്ടുകൊണ്ട് നടക്കാൻ? അതിനല്ല 40 ലക്ഷത്തോളം ഈ 40 ലക്ഷം രൂപ പിരിവ് എങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ? ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിൽ ഇരിക്കുന്നവർ മുതൽ എനിക്കറിയാം. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മകനാണ്. എൻ്റെ അച്ഛൻ റിട്ടയർ ചെയ്ത് KSRTC റിട്ടയർ ചെയ്ത ഒരാളാണ്. എൻ്റെ അച്ഛൻ വന്ന് വീട്ടിൽ വന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്, ഒരു നിവൃത്തിയില്ല ഇവൻ്റെയൊക്കെ പിരിവുകൾ കാരണം.
ഈ പറയുന്ന രീതിയിൽ അസോസിയേഷനിൽ 13,000 രൂപ മുതൽ 600 മുതൽ 13,000 രൂപ വരെ നിർബന്ധിതമായി ഇവർ വഴി താൽക്കാലിക ജോലി വാങ്ങിയവരെന്ന് വരെ ഇവർ പിരിക്കുന്നുണ്ട്. ഈ പിരിവ് എന്തിനെന്ന് പറഞ്ഞുകൊണ്ടാണ് പിരിക്കുന്നത്? ലെജൻഡ് ഇറക്കാനെന്നും പറഞ്ഞല്ല. അവിടെ പറയുന്നത് അസോസിയേഷന്റെ സമ്മേളനം നടത്താനെന്നാണ്. 21-ന് തിരുവനന്തപുരത്ത് ഞാനോ നിങ്ങളോ ഉണ്ടെങ്കിൽ ഈ മഹാമേളം നമുക്ക് കാണാൻ പറ്റും. ഈ മഹാമേളം എന്തിന്? ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. നമ്മൾ ഇന്നലെയും സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഏതൊക്കെയോ ഇത്തിൽ കണ്ണികളെ വയറ് നിറയ്ക്കാനായി കുറേ ഇത്തിൽ കണ്ണികൾ വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവനൊക്കെ കാലാകാലം ഈ മന്ത്രിസഭയല്ല, ഈ ലെജൻഡ് അല്ല, ഈ പറയുന്ന ലെജൻഡ്, ഈ ലെജൻഡ് അല്ല വേറെ ഏതെങ്കിലും ലെജൻഡ് വന്നാലും പോയി പറയും നിങ്ങളും ലെജൻഡ് തന്നെ. കുഞ്ചൻ നമ്പ്യാർ പണ്ട് ഒരു പക്ഷേ ഇതൊക്കെ കിട്ടാൻ വേണ്ടി, അതായത് ഈ പറഞ്ഞ പോലെ DA കുടിശ്ശിക ഉൾപ്പെടെയുണ്ട്, അവർക്ക് അത് കിട്ടാൻ വേണ്ടി കാല് പിടിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരിക്കാം. എന്തവസ്ഥ? അതിനേക്കാളും വേറെ പണിയില്ലേ? ജോലി ചെയ്തതാണ്, PSC വഴി കിട്ടിയ ജോലിയാണ്. അന്തസ്സോടെ നിൽക്കണം, കിട്ടാനുള്ള കാശ് കിട്ടും, അല്ലാതെ പുകഴ്ത്തിപ്പാടിയല്ല വാങ്ങാനുള്ളത്. ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം, അത്രയേ ഉള്ളൂ.